ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ റാഷണൽ എക്സ്പെക്ടേഷൻസ് തിയറി ബൈ സാർജന്റ് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് റാഷണൽ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് ഫേംസും ഇൻഡിവിജ്വൽസും ഇൻവെസ്റ്റേഴ്സും ഒക്കെ റാഷണലായിട്ട് യുക്തിപരമായിട്ട് ചിന്തിക്കുക. അതായത് എക്കണോമിയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഫ്യൂച്ചർ ഡിസിഷൻസ് എടുക്കുന്നത്. റാഷണലായിട്ടാണ്, യുക്തിപരമായിട്ടാണ് ചിന്തിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിയറി പോകുന്നത്. ഓക്കെ, നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. റാഷണൽ എക്സ്പെക്ടേഷൻസ് തിയറി ബൈ സാർജന്റ്. നമുക്ക് ആദ്യം ഇതിന്റെ കോർ അസംഷൻസ് നോക്കാം. അതിൽ ഒന്നാമത്തത് റാഷണൽ എക്സ്പെക്ടേഷൻസ് ആണ്. ഇതിൽ എന്ന് പറയുന്നത് എക്കണോമിക് ഏജൻസ്. ആരൊക്കെയാണ് എക്കണോമിക് ഏജൻസ്? ഹൗസ് ഹോൾഡ്സ്, ഫേംസ്, ഇൻവെസ്റ്റേഴ്സ്. ഇവരൊക്കെ എക്കണോമിക് ആക്ഷൻസ് നടത്തുന്നവരാണ്. ഓക്കെ, ഹൗസ് ഹോൾഡ്സ് എന്ത് ചെയ്യും? സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ഫേംസ് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്തിട്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപിക്കും, മണി മാർക്കറ്റിൽ നിക്ഷേപിക്കും. ഓക്കെ, ഇവരൊക്കെയാണ് എന്താണ് എക്കണോമിക് ഏജൻസ് എന്ന് പറയുന്നത്. ഇവർ ഫോം എക്സ്പെക്ടേഷൻസ് യൂസിങ് ഓൾ അവൈലബിൾ ഇൻഫർമേഷൻസ് ആൻഡ് ദ കറക്റ്റ് എക്കണോമിക് മോഡൽ ഓഫ് ദ എക്കണോമി. യഥാർത്ഥ എക്കണോമിക് മോഡൽ അവർ നന്നായിട്ട് പഠിച്ച് എന്ത് ചെയ്യും? അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്താണ് പുതിയ സാധനങ്ങൾ മേടിക്കുന്നതോ എന്തായാലും അവർ അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അത് അസംഷൻ ആണ്. ദേ ഡു നോട്ട് മേക്ക് സിസ്റ്റമാറ്റിക് ഫോർകാസ്റ്റിംഗ് എറേഴ്സ്. അവർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എന്താണ് പ്രഡിക്റ്റ് ചെയ്തുകൊണ്ട് ഒരു തെറ്റിലേക്ക് അവർ പോകത്തില്ല. മിസ്റ്റേക്സ് ആർ റാൻഡം, നോട്ട് ബയാസ്ഡ്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് യാദൃശ്ചികമായിട്ടുള്ള മിസ്റ്റേക്കുകളാണ്, അത് ബയാസ്ഡ് ആയിട്ടുള്ളതല്ല. അതായത് തെറ്റിലേക്ക് പോയിട്ട് അവർ അങ്ങനെ വന്ന ഒരു മിസ്റ്റേക്ക് അല്ല. അപ്പോൾ ഇത് ഒന്നാമത്തെ അസംഷനാണ്. അടുത്ത അസംഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ക്ലിയറിംഗ് ആൻഡ് ഫ്ലെക്സിബിൾ പ്രൈസ് ആണ്. അതായത് സ്റ്റിക്കി ആയിട്ടുള്ള, അത് സ്ഥിരമായിട്ടുള്ള പ്രൈസ് അല്ല, വേരി ചെയ്യുന്ന പ്രൈസ് ആണ്. മാർക്കറ്റ് ക്ലിയർ ആവും. ഓക്കെ, അത് എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ ഇല്ല. അത് സാധനങ്ങൾ വിൽക്കാതെ അവശേഷിക്കുകയോ ആൾക്കാർക്ക് തികയാതെ വരികയോ ഇല്ല. ഓക്കെ, വേജസ് ആൻഡ് പ്രൈസസ് അഡ്ജസ്റ്റ് ക്വിക്ലി. ഇത് വേജസും പ്രൈസും പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് എന്തിനാണ്? ടു ഇക്വേറ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇൻ ഓൾ മാർക്കറ്റ്സ് ഈവൻ ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ പോലും ഈ വില അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ക്ലിയർ ആവുമെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെന്ന് പറയുന്നത് നോ പേഴ്സിസ്റ്റന്റ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഇൻ ദ ഇക്വിലിബ്രിയം. അതായത് ഈ ഇക്വിലിബ്രിയത്തിൽ അത് മാർക്കറ്റ് ക്ലിയർ ആവുന്ന ഒരു അവസ്ഥയാണല്ലോ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വിലിബ്രിയത്തിൽ എന്തില്ല? ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഇല്ല. തൊഴിലില്ലായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വോളണ്ടറി ആയിട്ട് അവർ തന്നെ സ്വമേധയാ തൊഴിൽ ചെയ്യാതിരിക്കുന്നതാണ്. എന്നാൽ അത് എല്ലാ തൊഴിലവസരങ്ങളും അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, അത് ലേബേഴ്സ് എല്ലാം ഫുള്ളി എംപ്ലോയിഡ് ആയിരിക്കും എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അടുത്ത അസംഷൻ എന്ന് പറയുന്നത് മൈക്രോ ഫൗണ്ടേഷൻസ് ആണ്. അത് എല്ലാ മാക്രോ എക്കണോമിക് റിലേഷൻഷിപ്സിന്റെയും അടിസ്ഥാനം എന്താണ്? മൈക്രോ ആണ്. അതായത് ഫേംസ്, ഇൻഡിവിജ്വൽസ്, ഇതൊക്കെ മൈക്രോ എക്കണോമിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ കൺസ്ട്രെയിൻസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ബിൽഡ് ചെയ്തേക്കുന്നത്? ഈ മാക്രോ എക്കണോമിക് റിലേഷൻഷിപ്സ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് പോളിസീസ് ആർ ഇവാലുവേറ്റഡ് ഇൻ ടേംസ് ഓഫ് ഹൗ റാഷണൽ ഏജൻസ് റിയാക്ട് ടു ദം. അതായത് റാഷണൽ ഏജൻസ്, അതായത് ഇൻഡിവിജ്വൽസ്, ഫേംസ്, ഇൻവെസ്റ്റേഴ്സ്, ഇതൊക്കെ മൈക്രോ എക്കണോമിക്സിൽ വരുന്നതാണല്ലോ. ഇവർ ഈ പോളിസീസിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നതിനനുസരിച്ചാണ് ഇതിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അതെല്ലാം മൈക്രോ ഫൗണ്ടേഷൻസ് നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് മറ്റൊരു അസംഷനാണ്. ഇനി ഇതിൽ നമ്മൾ സാർജന്റിന്റെ കോൺട്രിബ്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ തോമസ് സാർജന്റ്, ഇതാണ് ഇതിന്റെ ഫുൾ നെയിം, എലോങ് വിത്ത് റോബർട്ട് ലൂക്കാസ്, നീൽ വാലേസ് ആൻഡ് അതേഴ്സ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് എക്കണോമിക്സ് ചേർന്നാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ഷേപ്ഡ് ദ പോളിസി ഇംപ്ലിക്കേഷൻസ് ഓഫ് റാഷണൽ എക്സ്പെക്ടേഷൻ തിയറി ഇൻ ദ 1970s 80s. 1970കളിലും 80കളിലാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. സാർജൻസ് മെയിൻ പോയിന്റ്സ് ഇൻക്ലൂഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് സാർജൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള മെയിൻ പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രൊപ്പോസിഷൻ ആണ്. അത് സാർജന്റ് വാലേസ് മോഡലിൽ പറയുന്ന കാര്യം ഇതാണ്. പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ മോണിറ്ററി പോളിസിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇൻഎഫക്റ്റീവ് ആയിട്ട് പോകും. കാരണം ആൾക്കാർ അതിനനുസരിച്ച്, ഇപ്പം മോണിറ്ററി പോളിസി എടുക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് അവരുടെ ഡിസിഷൻസ്, ഇൻവെസ്റ്റ്മെന്റ്, പർച്ചേസിങ് ബിഹേവിയർ എല്ലാം അവർ മാറ്റും. ഓക്കെ, അതുകൊണ്ട് പോളിസി എഫക്റ്റീവ് ആയിട്ട് പോകത്തില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇഫ് ഏജൻസ് അത് നേരത്തെ പറഞ്ഞ 3 ഏജൻസ് ഹാവ് റാഷണൽ എക്സ്പെക്ടേഷൻസ് ആൻഡ് മാർക്കറ്റ് ക്ലിയർ ആവുകയാണെങ്കിൽ anticipated monetary or fiscal policy has no effect on real variable. അതായത് റിയൽ വേരിയബിൾ അതൊക്കെയാണ് ഔട്ട്പുട്ട്, എംപ്ലോയ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു എഫക്റ്റും ഉണ്ടാക്കത്തില്ല. അതായത് ഈ ഇൻവെസ്റ്റേഴ്സ്, ഫേംസ് അവരൊക്കെ എന്ത് ചെയ്യും? അതിനനുസരിച്ച് ഹൗസ് ഹോൾഡ്സ് ഒക്കെ അതിനനുസരിച്ച് അവരുടെ തീരുമാനങ്ങൾ മാറ്റുന്നുണ്ട്, അവരുടെ ബിഹേവിയർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൺലി അൺആന്റിസിപ്പേറ്റഡ് പോളിസി ചേഞ്ചസ്, അതായത് അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പോളിസി ചേഞ്ച് അതിന് മാത്രമാണ് ഔട്ട്പുട്ടിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഈവൻ ദെൻ ദ എഫക്റ്റ് ഈസ് ടെമ്പററി. എന്നാൽ കൂടെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ളൊരു എഫക്റ്റ് ആണ്, താൽക്കാലികമായിട്ടൊരു എഫക്റ്റ് മാത്രമാണ് ഉണ്ടാകുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇതിന്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് ഇതാണ്. അതായത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്?
ഇഫ് ദ സെൻട്രൽ ബാങ്ക് അനൗൺസസ് ആൻ എക്സ്പാൻഷറി മോണിറ്ററി പോളിസി, അതായത് സെൻട്രൽ ബാങ്ക് ഒരു എക്സ്പാൻഷറി മോണിറ്ററി പോളിസി അനൗൺസ് ചെയ്യുന്ന വെച്ചോ, മണി സപ്ലൈ കൂട്ടുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ട്, അതാണല്ലോ എക്സ്പാൻഷറി മോണിറ്ററി പോളിസി വന്നത്, കൂടുതൽ മണി സപ്ലൈ എക്കോണമിയിലേക്ക് വരുത്തുന്ന ഒരു പോളിസി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ റാഷണൽ ഏജൻസ് എന്ത് ചെയ്യും? ഫോർസീ ഹയർ ഇൻഫ്ലേഷൻ, ദാ മണി സപ്ലൈ കൂടാൻ പോകുന്നു, എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ പോകുന്നു. ഓക്കെ, അവർ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് വർക്കേഴ്സ് എന്ത് ചെയ്യും? അവർ ഹയർ വേജ് ഡിമാൻഡ് ചെയ്യും, അവർക്ക് കൂടുതൽ വേജ് വേണമെന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇൻഫ്ലേഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഓക്കെ, ഫേംസ് എന്ത് ചെയ്യും? ഫേം അഡ്ജസ്റ്റ് പ്രൈസസ് ഫേം അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇൻഫ്ലേഷൻ വരാൻ പോകുന്നതനുസരിച്ച് അവരും വില കൂട്ടുകയോ കുറയ്ക്കുകയോ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കും. സോ ദ റിയൽ വേജ് ആൻഡ് ഔട്ട്പുട്ട് റിമെയിൻ അൺചേഞ്ച്ഡ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് റിയൽ വേജ്, ഔട്ട്പുട്ട് ഇതൊക്കെ അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ നിൽക്കും. മനസ്സിലായില്ലേ? അതായത് ഔട്ട്പുട്ട് അവിടെ റിയൽ വേജ് കൂടുന്നില്ല, ആൾക്കാർക്ക് ശമ്പളം കൂടുതൽ കൊടുത്തു, എന്നാൽ വേജ് കൂടി, പക്ഷേ റിയൽ വേജ് കൂടുന്നില്ല, അവരുടെ പർച്ചേസിങ് പവർ ഇപ്പോഴും അത്ര തന്നെയാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് പോളിസി ഇൻഎഫക്റ്റീവ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത ന്യൂട്രാലിറ്റി ഓഫ് മണിയാണ് കേട്ടോ. അതായത് ഇൻ ദ ലോങ് റൺ ആൻഡ് ഷോർട്ട് റൺ, ലോങ് റണ്ണിലായാലും ഷോർട്ട് റണ്ണിലായാലും അത് അണ്ടർ പെർഫെക്റ്റ് ഫ്ലെക്സിബിലിറ്റി ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേജും പ്രൈസൊക്കെ ഫ്ലെക്സിബിൾ ആണെന്ന്. ഈ ഒരു കണ്ടീഷനിൽ മണി ഈസ് ന്യൂട്രൽ ആണ്. മണിക്ക് എന്താണ് കൂടുതൽ എഫക്റ്റ് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ചേഞ്ചസ് ഇൻ മണി സപ്ലൈ ഓൺലി അഫക്റ്റ് പ്രൈസസ്, അതായത് മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് പ്രൈസ്, വിലയെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, നോട്ട് റിയൽ ഔട്ട്പുട്ട്. എന്തിനെ ബാധിക്കുന്നില്ല? അത് റിയൽ ഔട്ട്പുട്ടിനെ ബാധിക്കുന്നില്ല. ഇതിനെയാണ് ക്ലാസിക്കൽ ന്യൂട്രാലിറ്റി ക്ലെയിം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ദിസ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ ക്ലാസിക്കൽ ന്യൂട്രാലിറ്റി ക്ലെയിം. അതായത് ക്ലാസിക്കൽ ന്യൂട്രാലിറ്റി ക്ലെയിം എന്ന് പറയുന്നത് നോമിനൽ വേരിയബിൾസ് ഇല്ലേ, ഇപ്പം പ്രൈസ്, വേജ്, ഇതൊക്കെ നോമിനൽ ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. ഇതിനെയാണ് മണി സപ്ലൈ ബാധിക്കുന്നത്, റിയൽ വേരിയബിൾസിനെ ബാധിക്കുന്നില്ല. അതായത് റിയൽ ഔട്ട്പുട്ട്, എംപ്ലോയ്മെന്റ്, ഇതിനൊന്നും, ഇതൊക്കെ റിയൽ വേരിയബിൾസ് ആണ്. ഇതാണ് ക്ലാസിക്കൽ ന്യൂട്രാലിറ്റി ക്ലെയിം എന്ന് പറയുന്നത്. അതിനെക്കാട്ടിയും സ്ട്രോങ്ങർ ആണെന്നാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് അപ്ലൈസ് ഈവൻ ടു ഷോർട്ട് റൺ പോളിസി ഇഫ് ഇറ്റ്സ് ആന്റിസിപ്പേറ്റഡ്. അതായത് ഇത് ഏതിനെ കൂടെ ബാധിക്കുന്നു? ഷോർട്ട് റൺ ആയിട്ടുള്ള പോളിസിയെ കൂടെ ബാധിക്കുന്നു. ലോങ് റണ്ണില്ല, ഷോർട്ട് റണ്ണിൽ വരെ ഇത് ബാധിക്കുന്നു. ഓക്കെ, അത് ആന്റിസിപ്പേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ആൾക്കാർ ആന്റിസിപ്പേറ്റ് ചെയ്ത് അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്താൽ. ഓക്കെ, അടുത്തത് റോൾ ഓഫ് എക്സ്പെക്ടേഷൻസ് ഇൻ സൈക്കിൾസ് ആണ്. ഇവിടെ സൈക്കിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ് സൈക്കിൾസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ബിസിനസ് സൈക്കിൾസിലുള്ള എക്സ്പെക്ടേഷൻസിന്റെ റോള്. ഓക്കെ, അതായത് ഓരോ സൈക്കിൾ മാറി വരുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ ആ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ മാറുന്നുള്ളതാണ്. ഓക്കെ, ബിസിനസ് സൈക്കിൾസ് ഒക്കെ ബിക്കോസ് ഓഫ് റാൻഡം ആയിട്ടാണ്. അതിന് ഇത്ര ടൈം പീരീഡ് ഒന്നുമില്ല. അപ്പോൾ ബൂം, റിസഷൻ, റിക്കവറി, അതൊക്കെ എത്ര ടൈം പീരീഡിലും 6 മാസം ബൂം, അങ്ങനെ ഒരു നിശ്ചിത കാലയളവൊന്നുമില്ല, റാൻഡം ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് അൺആന്റിസിപ്പേറ്റഡ് ഷോക്സ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ടു പോളിസി, ടെക്നോളജി, റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അൺആന്റിസിപ്പേറ്റഡ് ഷോക്സ് ഇതിലൊക്കെ ഉണ്ടാക്കുന്നു. ടെക്നോളജിയിലും റിസോഴ്സിലൊക്കെ ഈ ഒരു ബിസിനസ് സൈക്കിൾസ് ഇതിലൊക്കെ ഒരു ഷോക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നോട്ട് ബിക്കോസ് ഓഫ് സിസ്റ്റമാറ്റിക് പോളിസി മിസ്റ്റേക്സ്, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പോളിസി മിസ്റ്റേക്ക് കൊണ്ടല്ല, അതൊരു അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടാണ് ഇതിലൊക്കെ റാൻഡം ആയിട്ടുള്ള ഷോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. വൺസ് ഷോക്സ് ആർ റിവീൽഡ്, അതായത് ഒരു തവണ ഈ ഷോക്സ് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ഏജൻസ് അഡ്ജസ്റ്റ് ഇൻസ്റ്റന്റ്ലി, അവന്മാർ എന്ത് ചെയ്ത് തുടങ്ങും? അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങും. അവർ വേജ് കൂടുതൽ ചോദിക്കും, അത് അവരുടെ സ്പെൻഡിങ് പാറ്റേൺ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ സൈക്കിൾസ്, ബിസിനസ് സൈക്കിൾസിനനുസരിച്ച് അവരുടെ പ്രതികരണങ്ങൾ മാറുന്നു എന്ന് പറയുന്നത്. അടുത്ത പോളിസി ക്രെഡിബിലിറ്റി ആൻഡ് റൂൾസ്. ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ അതിനൊരു വിശ്വാസ്യത, ആൾക്കാർക്ക് അതിന് എന്താണ് ആശ്രയിക്കാനുള്ള അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ റൂൾസ്, അതിൻ്റെതായ നിയമങ്ങൾ കൊണ്ടുവരണം. അതാണ് പറയുന്നത്. സിൻസ് ആന്റിസിപ്പേറ്റഡ് ഡിസ്ക്രിഷണറി പോളിസീസ് ആർ ഇൻഎഫക്റ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഈ ഡിസ്ക്രിഷണറി പോളിസീസ് ഇൻഎഫക്റ്റീവ് ആണ്. അപ്പോഴത്തേക്ക് ഗവൺമെന്റ് അവിടെ എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഷുഡ് ഫോക്കസ് ഓൺ റൂൾ ബേസ്ഡ് പോളിസീസ്. ആണ് ഈ ഹെഡിങ്ങിൽ റൂളിന്റെ കാര്യം പറഞ്ഞത്. റൂൾ ബേസ്ഡ് പോളിസീസ് കൊണ്ടുവരണം. ലൈക്ക് ഫിക്സ്ഡ് മണി ഗ്രോത്ത് റൂൾസ് ഓർ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. അതായത് ഫിക്സ്ഡ് ആയിട്ടുള്ള മണി ഗ്രോത്ത് ഉണ്ടായിരിക്കണം, ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഉണ്ടായിരിക്കണം, ഇങ്ങനെയുള്ളത്. അതായത് നേരത്തെ അവരെയൊക്കെ ഒന്ന് ഇക്കണോമിക് ഏജൻസിനെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തണമെന്ന്. ടു ബിൽഡ് ക്രെഡിബിലിറ്റി. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്കൊരു വിശ്വാസത ഉണ്ടാവും. ലാക്ക് ഓഫ് ക്രെഡിബിലിറ്റി ലീഡ്സ് ടു ഹയർ ഇൻഫ്ലേഷൻ വിത്തൗട്ട് റിയൽ ഗെയിൻ. അതായത് ഈ വിശ്വാസത ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ഇൻഫ്ലേഷനിലേക്ക് ഇക്കണോമിയെ നയിക്കും. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയഗ്രാം നോക്കാം. ഇതെന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ ഡയഗ്രാമാണ്. ADAS ഇതിലുണ്ട്. ഇതെന്ന് പറയുന്നത് ഇത് കാണിക്കുന്നതാണ് എങ്ങനെയാണ് എക്സ്പെക്ടേഷൻസിലും ഡിമാൻഡിലും ഉണ്ടാകുന്ന ചേഞ്ച് ഔട്ട്പുട്ടിനെയും പ്രൈസ് ലെവലിനെയും ബാധിക്കുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് ആദ്യം കർവുകൾ പരിചയപ്പെടാം. അതിനുമുമ്പ് ആക്സിസ് നോക്കാം. അത് വെർട്ടിക്കൽ ആക്സിസിൽ, അതായത് എന്താണ്, Y ആക്സിൽ അഗ്രിഗേറ്റ് പ്രൈസ് ലെവലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എക്സ് ആക്സിസിൽ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് AD കർവുകളുണ്ട്. AD1, AD2, AD2 ഡാഷ് കൊടുത്തേക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവുകളാണ്. ഓക്കെ, AS കർവ് ഉണ്ട്, AS1, AS2. ഓക്കെ, അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഷോർട്ട് റൺ അഗ്രിഗേറ്റ് സപ്ലൈ കർവുകളാണ്, ഷോർട്ട് റണ്ണിലുള്ളതാണ്.
ഇത് എന്തിനാണ് ആശ്രയിച്ചിരിക്കുന്നത്? എക്സ്പെക്ടഡ് പ്രൈസ് ലെവലിനെ ആശ്രയിച്ചിരിക്കുന്ന കർവുകളാണ്. ഓക്കെ, അടുത്ത YN എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, അതെന്ന് പറയുന്നത് നാച്ചുറൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. അത് ഫുൾ എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ട് ആണ്. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസും എംപ്ലോയ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഔട്ട്പുട്ട് ആണിത്. ഓക്കെ, അടുത്തത് പോയിന്റ്സ് 1, 2-2 ഇങ്ങനെ 3 എക്വിലിബ്രിയം പോയിന്റുകൾ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കർവിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. ഇനി അതിന്റെ ഷിഫ്റ്റുകൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇനിഷ്യൽ എക്വിലിബ്രിയം പോയിന്റ് നോക്കാം. അതിൽ 1 എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്. AD1ഉം AS1 ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണിത്. ഓക്കെ, ഇതാണ് ഇനിഷ്യൽ എക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ പോയിന്റ് പ്രത്യേകത എന്ന് പറയുന്നത് എക്കണോമി ഇക്വിലിബ്രിയം എവിടെയാണ്? പ്രൈസ് ലെവൽ P1ലാണ് ഈ എക്കണോമി ഇക്വിലിബ്രിയത്തിൽ എത്തിക്കുന്നത്. അതിൽ Y ആക്സിലേക്ക് ഡോട്ടഡ് ലൈൻ ഇട്ടേക്കുന്നുണ്ട്. P1 എന്ന പ്രൈസ് ലെവലിലാണ് ഇത് ഇക്വിലിബ്രിയത്തിൽ എത്തിക്കുന്നത്. അത് നാച്ചുറൽ ഔട്ട്പുട്ടായ YNലാണ് അത് പ്രൈസ് ലെവല് P1ഉം നാച്ചുറൽ ഔട്ട്പുട്ടായ YNലുമാണ് ഇത് ഇക്വിലിബ്രിയത്തിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വെച്ചാൽ എക്സ്പെക്ടേഷൻസ് മാച്ച് റിയാലിറ്റി ആണ്. അത് എക്സ്പെക്ടഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തുല്യമാവുന്ന ഒരു അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത്. അടുത്ത അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിന്റെ ഷിഫ്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. AD1ൽ നിന്ന് AD2ലേക്ക്, അത് ഏറ്റവും താഴെ നിന്ന് ഏറ്റവും മുകളിലത്തെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഉണ്ട്, അതിലേക്കാണ്. AD2- അല്ല കേട്ടോ, അത് ഏറ്റവും മുകളിലത്തെ കർവിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടാവുകയാണ്. എങ്ങനെയാണ്? ഗവൺമെന്റ് അവരുടെ സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കാണ് മണി സപ്ലൈ കൂടുന്നു, അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുകയാണ്. അങ്ങനെയാണ് ആ ഒരു ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഷോർട്ട് റണ്ണിൽ ഇക്വിലിബ്രിയം എവിടേക്ക് മൂവ് ചെയ്യും? പോയിന്റ് 2- കണ്ടോ, 2ന്റെ തൊട്ട് താഴെ കിടക്കുന്ന ഈ 2- എന്ന പോയിന്റിലേക്ക് ഷോർട്ട് റണ്ണിലാണ് ഇക്വിലിബ്രിയം മൂവ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് റൈസസ് ടു Y2, YNന്റെ അതേ സ്ഥലത്ത് തന്നെയാണ് ആ Y2 ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ Y2ലേക്ക് ഔട്ട്പുട്ട് റേസ് ചെയ്യും. അപ്പൊ ഇത് നാച്ചുറൽ ലെവലിനെക്കാട്ടി മുകളിലെന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രൈസ് ലെവൽ അപ്പൊ എങ്ങനെയാവും? P2- ആവും. അവിടെ പ്രൈസ് ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ സാഹചര്യത്തിൽ വർക്കേഴ്സും ഫേംസും എല്ലാം പൂള് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് പ്രൈസ് ലെവൽ കൂടി, അവർക്ക് വേജസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടി, പ്രൈസ് ലെവലും കൂടി. അപ്പോൾ അവരുടെ കയ്യിൽ കൂടുതൽ ക്യാഷ് വന്നു. പക്ഷേ എന്താണ്? പ്രൈസ് ലെവൽ കൂടിയത് കൊണ്ട് അവരുടെ പർച്ചേസിംഗ് പവർ റിയാലിറ്റിയിൽ കൂടുന്നില്ല. ഓക്കെ, അപ്പം അത് ആക്ച്വൽ പ്രൈസ് എത്ര തന്നെയാണ്? P2- തന്നെയാണ്. ഇനി അടുത്തത് AS കർവിന്റെ ഷിഫ്റ്റ് ആണ് പറയാൻ പോണത്. ഓക്കെ, അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് വർക്കേഴ്സും ഫേംസും ഒക്കെ തിരിച്ചറിയും. അതായത് യഥാർത്ഥത്തിൽ വില പ്രൈസ് കൂടുതലാണെന്ന് അവർ പിന്നീടാണ് തിരിച്ചറിയുന്നത്. ഓക്കെ, അപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും? അവർ അവരുടെ എക്സ്പെക്ടഡ് പ്രൈസ് ലെവൽ റിവേഴ്സ് ചെയ്യും, P1ൽ നിന്ന് P2ലേക്ക്. ഓക്കെ, അത് അവരെന്ത് ചെയ്യും? അവർ പ്രൈസ് ലെവൽ എക്സ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഫലമായിട്ട് അവരിങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ വേജൊക്കെ കൂടുതൽ ചോദിക്കുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ഫേംസിന് കൂടുകയല്ലേ. അപ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുമ്പോഴത്തേക്ക് അവർ സപ്ലൈ കുറയ്ക്കും, അതായത് പ്രൊഡക്ഷൻ കുറയ്ക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് AS1ൽ നിന്ന് AS2ലേക്ക് ഒരു ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് അഗ്രിഗേറ്റ് സപ്ലൈ കർവിന് ഉണ്ടാവുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് പുതിയൊരു ലോങ് റൺ ഇക്വിലിബ്രിയം ഉണ്ടാവുന്നത്. അത് പോയിന്റ് 2ലാണ് ഈ ലോങ് റൺ ഇക്വിലിബ്രിയം വരുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞത് ഈ 2- എന്ന് പറയുന്നത് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ആയിരുന്നു. ഓക്കെ, അതായത് ഇതിന്റെ പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് AD2ന്റെയും AS2ന്റെയും ഇന്റർസെക്ഷന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. അവിടെ പ്രൈസ് ലെവൽ P2 ആണ്. ഓക്കെ, അതായത് ഔട്ട്പുട്ട് എവിടേക്ക് തിരിച്ചു വരും? YN എന്നുള്ള നാച്ചുറൽ ഔട്ട്പുട്ട് ലെവലിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇതിന്റെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ലോങ് റണ്ണിൽ ഓൺലി ദ പ്രൈസ് ലെവൽ ഇൻക്രീസസ്, പ്രൈസ് ലെവൽ മാത്രമാണ് ലോങ് റണ്ണിൽ കൂടുന്നത്. ഇതേ സമയം ഔട്ട്പുട്ട് റിട്ടേൺസ് ടു നാച്ചുറൽ ഔട്ട്പുട്ട്, ഔട്ട്പുട്ട് എവിടേക്ക് വരുന്നു? നാച്ചുറൽ ഔട്ട്പുട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഇതാണ് ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.